നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പ്രൊഫസറിന്റെ ലീലാവിലാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേട്ടാൽ അറയ്ക്കും തരത്തിലുള്ള പല സംഭവവികാസങ്ങളും. ലൈംഗികാതിക്രമത്തിന് പുറമെ പ്രശസ്തിക്കായി കേന്ദ്ര സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ഇഫ്തിഖാർ അഹമ്മദ് തട്ടിപ്പും നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മോർഫ് ചെയ്ത ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ നൽകിയ ഇയാൾ ഒരു പ്രമുഖ പത്രത്തിനെയാണ് കബളിപ്പിച്ചത്. കേരളത്തിന്റെ പുറത്തു നടന്ന ഒരു പരിപാടിയിൽ അമിതാഭ് ബച്ചൻ തനിക്ക് നന്ദി അവാർഡ് ലഭിച്ചുവെന്ന വ്യാജ ഫോട്ടോയാണ് അടിക്കുറിപ്പുമായാണ് ഇയാൾ ചില പ്രമുഖ പത്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. മുതിർന്ന പത്രപ്രവർത്തകരുമായുള്ള ബന്ധമാണ് ഇതിന് സൗകര്യമൊരുക്കിയിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് വ്യാജ ഫോട്ടോയാണ് എന്ന് വായനക്കാർ തന്നെ കണ്ടുപിടിക്കുകയും ഇവർ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. വ്യാജ ഫോട്ടോയാണ് ഇഫ്തിഖാർ നൽകിയത് എന്ന് തെളിഞ്ഞതോടെ കണ്ണൂരിലെ മാധ്യമങ്ങൾ ഇയാളെ അകറ്റി നിർത്തുകയായിരുന്നു. ഒരു തെലുങ്ക് നടന്റെ മുഖം മാറ്റി ഒട്ടിച്ചതാണ് തനിക്ക് അവാർഡ് ലഭിച്ചത് എന്ന നിലയിൽ ഇയാൾ വാർത്തയുണ്ടാക്കി നൽകിയത്. ഇതിനിടെ സ്ഥിരം സ്വഭാവദൂഷ്യം കാട്ടുന്ന ഇയാൾ സർവീസിൽ നിന്നും പുറത്താക്കാൻ കേന്ദ്ര സർവകലാശാല തയ്യാറാകണമെന്ന് SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർവകലാശാലയിൽ വിദ്യാർത്ഥിനെ ഉപദ്രവിച്ച കേസിൽ ഇയാളെ തിരിച്ചെടുത്തപ്പോൾ SFI സമരം ചെയ്താണ് സസ്പെൻഡ് ഉറപ്പാക്കിയത്. എന്നാൽ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇയാൾ വീണ്ടും ക്യാമ്പസിൽ തിരിച്ചെത്തി. ക്യാമ്പസ് മുറിയിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിനിക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന എന്ന വ്യാജേനയാണ് ഇയാൾ പീഡിപ്പിച്ചത്. ഈ മുറിയിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നതും ലൈംഗിക ഫലിതങ്ങൾ പറയുന്നതും പതിവായിരുന്നു ഇയാൾ. ഇത്തരം വിഷയങ്ങളിൽ പരാതിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഇന്റേണൽ മാർക്ക് സംവിധാനം ഇയാൾ ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയുണ്ട്. ഇത്തരം ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നവരെ പേരിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ച് തിരിച്ചെടുക്കാനാണ് സർവകലാശാല ശ്രമിച്ചത് എന്ന് SFI ശക്തമായി ചെറുക്കുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ റിമാൻഡിലുള്ള കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ഇയാൾ മറ്റൊരു വിദ്യാർത്ഥിക്കെതിരെയും ലൈംഗികാതിക്രമം നടത്തിയതായും അതിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് വീണ്ടും കേസിൽ കുടുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇയാൾക്കെതിരെ ഗവർണർ നേരിട്ട് ഇറങ്ങണം എന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗവർണർ ശക്തമായ നടപടി എടുക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്.